ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ അജയോട് വിവാഹത്തിന് സമ്മതമല്ല, എനിക്ക് അങ്ങനെ എല്ലാവരും ചതിച്ചുകൊണ്ട് ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയാണെങ്കിലും ആകെ ധർമ്മസങ്കടത്തിലാകുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? തൻ്റെ മുൻപിലുള്ള ഏക ഒരു വഴിയായിരുന്നു ഭൂമിയെ വിവാഹം കഴിക്കുക എന്നുള്ളത്. ഇനിയിപ്പോൾ താൻ എന്താ ചെയ്യുക എന്നാലോചിച്ച് അജയ് ആകെ സങ്കടത്തിലാണ് കേട്ടോ. ഇതേ സമയത്ത് രാത്രിയിൽ ഭൂമി തൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമേ. ആ സമയത്തായിരിക്കും വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാകാതെ വരികയാണ്. അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ബാറിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ അഞ്ജനനെ കാണുന്ന കേട്ടോ. കുടിച്ച് കൂത്താടി അഞ്ജന തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ ബാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കാഴ്ചയായിരിക്കും കേട്ടോ ഭൂമി കാണുന്നത്. എന്നിട്ട് ബോയ് ഫ്രണ്ടിൻ്റെ വായിലേക്ക് മദ്യമൊഴിച്ചു കൊടുക്കുകയും അങ്ങനെ ഇവരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഭൂമി ഇങ്ങനെ നേരിട്ട് കാണുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് ഭൂമി ആകെ തകർന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അജയ് സാറിനെ പോലെ നല്ലൊരു മനുഷ്യന് ശരിയാ ഇവളെ പോലെ ഒരുത്തി ചേരില്ല, ഇവളെ എങ്ങനെ അജയ് സാർ വിവാഹം കഴിക്കും? അജയ് സാർ പറയുന്നതിലും കാര്യമുണ്ട്. എന്തായാലും അവരുടെ വിവാഹം നടക്കാൻ പാടില്ല, അജയ് സാറിൻ്റെ ജീവിതം നശിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഭൂമിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് ആലോചിക്കുന്നുണ്ട്. എന്താ താൻ ചെയ്യുക? തൻ്റെ മുൻപിൽ ഇനി ഒരു വഴിയില്ലല്ലോ, താൻ ചെകുത്താൻ്റെ കടലിൻ്റെ നടുക്ക് എന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയല്ലോ. ഇനിയിപ്പോൾ താൻ എന്താ ചെയ്യുക എന്നാലോചിച്ച് ഭൂമി വല്ലാത്തൊരു സങ്കടത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ ഭൂമിയുടെ മനസ്സിങ്ങനെ പറയാണ്, അജയോട് ആ ഒരു എഗ്രിമെൻ്റ് വിവാഹത്തിന് സമ്മതിക്കാനുള്ളൊരു മനസ്സ് ഭൂമിക്ക് ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഭൂമി ചിന്തിക്കുന്നുണ്ട്, ഇനി എൻ്റെ അച്ഛൻ ഇങ്ങനെ എന്നെ തോന്നിപ്പിക്കുന്നതാണോ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയായിരിക്കും. അജയ് പറയുന്നുണ്ട്, അതായത് നേരത്തെ അജയ് പറഞ്ഞിട്ടുണ്ട്, മണ്ഡപത്തിൽ അഞ്ജനയ്ക്ക് പകരം താനായിരിക്കണം ഇരിക്കേണ്ടത്, തൻ്റെ മുഖം മറച്ചായിരിക്കണം വിവാഹം കഴിക്കുന്നത്. ആ ഒരു സമയത്ത് താലി ചാർത്തിയതിന് ശേഷം മാത്രമേ എല്ലാവരും താൻ അഞ്ജനയ്ക്ക് പകരം ഭൂമിയാണ് ആ ഒരു മണ്ഡപത്തിൽ ഉണ്ടായിരുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കാൻ പാടുള്ളൂ എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഇങ്ങനൊരു നാടകം കളിക്കാനൊന്നും ഞാനില്ല സർ, എന്നെ വിട്ടേര് സർ, വേറെ ആളെ വല്ലതും നോക്കിക്കോ, ഒരു അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു പോയതാ, സമ്മതിച്ചെന്ന ഇനി എന്നെ വിട്ടേക്ക് സർ, ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ മുൻപിൽ വരണ്ട, എൻ്റെ അമ്മയുടെ കേസ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വാദിച്ചോളാം, എന്നെ ഈ പണിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഭൂമി പോയി കാണുക. പക്ഷേ അഞ്ജനയുടെ ഈ ഒരു അഴിഞ്ഞാട്ടം കണ്ടിട്ട് ഭൂമിയുടെ മനസ്സ് വല്ലാതെ തകർന്നു പോകുകയാണ് കേട്ടോ. അതിനുശേഷം അഞ്ജനയാണെങ്കിൽ വീട്ടിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നിട്ട്, അതായത് ഭൂമിയുടെ വീട്ടിലേക്ക് വരികയാണേ. അപ്പോൾ ഭൂമിയും അതുപോലെ തന്നെ അജയും ഒരുമിച്ച് കാറിൽ പോകണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഫോണിൻ്റെ കേസൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അഞ്ജനയുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ തൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നും നീ എന്നോട് അന്ന് പറഞ്ഞില്ലേടി, നീ അജയ്ക്കുള്ളതാണെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ തിരുത്തി കുറിച്ചടി, ഇനി ഭൂമി ഈ അജയ്ക്കുള്ളത് ഈ ഞാനാണ്, ഭൂമിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന വെല്ലുവിളിക്കാൻ വേണ്ടി ഭൂമിയുടെ ഇടയ്ക്കിലേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കം ആകുകയാണ്. അഞ്ജന ആണെങ്കിൽ എൻ്റെ മോശം വാക്കുകൾ തന്നെ ഭൂമിയോട് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഒരു അഴിഞ്ഞാട്ടക്കാരിയല്ലേ, അതുപോലല്ലേ നീയും ആകുകയുള്ളൂ, അതുകൊണ്ടല്ലേടി നീയും ഇങ്ങനെ അജയുടെ പിന്നാലെ നടക്കുന്നത്, അവൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും നീ അവൻ്റെ പിന്നാലെ നടക്കുന്നത് നിൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്ക് കിട്ടിയത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് ഭൂമിക്കും ദേഷ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭൂമിയുടെ അച്ഛൻ്റെ വണ്ടി അവിടെ കിടക്കുമ്പോൾ അച്ഛനെ പറയുന്നുണ്ട്, ഇത് എന്തിനാടി ഇനി ഇവിടെ ഇട്ടേക്കണം, ഇനി ഇത് ആർക്കും ഓടിക്കാനാ, നിൻ്റെ അച്ഛൻ ചത്ത് തുറഞ്ഞില്ല, ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ടേക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോൾ നീ മര്യാദയ്ക്ക് ഇരുത്തണം, ഇത് എൻ്റെ അച്ഛനെ പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന വണ്ടിയാണ്, എൻ്റെ അച്ഛൻ ഇവിടുന്ന് പോയപ്പോൾ എനിക്കാകെ തന്നിട്ട് പോയത് ഈ വണ്ടിയാണ്, അത് എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ സൂക്ഷിച്ചേക്കുന്ന, ഇനി ഒരു അക്ഷരം ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്നിങ്ങനെ ഭൂമി പറയുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, ഈ വണ്ടിയെക്കുറിച്ച് പറഞ്ഞാലോ, ഞാൻ പറയാനല്ലടി, ഞാൻ ചെയ്യാനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരു കല്ലെടുത്തിട്ട് വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭൂമിയാണെങ്കിൽ ഒരു വലിയ കമ്പെടുത്ത് അഞ്ജനനെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ തക്ക സമയത്തായിരിക്കും നമ്മുടെ ഭവാനി അവിടേക്ക് എത്തുന്നത്. എന്നിട്ട് ഭവാനി അഞ്ജന എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചിട്ട്, എന്താ നീ കാണിക്കുന്നത്, നിന്നോടാരും ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അമ്മേ ഇവള് പറഞ്ഞു കേട്ടോ, ഇവള് അടിക്കാൻ വന്ന് കേട്ടോ അമ്മേ, ഞാൻ എൻ്റെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നതാ, ഇവള് പറഞ്ഞു, എന്നോട് വെല്ലുവിളിച്ചിരുന്നു, ഇവളെ അജയ്ക്കുള്ളതാണെന്ന്, ആ വെല്ലുവിളി തിരുത്തി കുറിച്ചു എന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാ എന്നിങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, അല്ല നീ എന്ത് കണ്ടിട്ടാ ഇത്ര നകളിക്കുന്നത്? ഭൂമിയോട് ചോദിക്കുകയാണേ, നിൻ്റെ അച്ഛൻ ചത്തു
തൊലഞ്ഞു. അമ്മയാണെങ്കിൽ അതേ ജയിലിൽ കിടക്കുകയാണ്. ഒരു കൊലയാളിയുടെ മകളല്ലേ നീ എൻ്റെ മകളെ കൊന്നിട്ട് നീ ജയിലിൽ പോകാനാണോ നിൻ്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഇവള് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണ് ഞാൻ ഇവളെ അടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ അച്ഛനെ പോലെ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഈ വണ്ടീനെ ഇവള് വണ്ടി പൊട്ടിക്കാൻ ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കി. അതാണ് ഞാനും അവളെ ഉപദ്രവിക്കാൻ നോക്കിയത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, നിൻ്റെ അഴിഞ്ഞാട്ടമൊക്കെ നീ മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ മോളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് ഉറക്കത്തില്ല. ഞങ്ങളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിനക്ക് കഴിയില്ല. 2 ദിവസം കഴിഞ്ഞല്ല അജയുടെയും എൻ്റെ മകളുടെയും വിവാഹം. ഇനി ആ പരിസരത്തെങ്ങാണം നിന്നെ കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഭവാനിയോട് ഭൂമി പറയുന്നുണ്ട്, അതിന് ഞാൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മകൾ ആരെ വേണമെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് പറയുമ്പോൾ അഞ്ജന പറഞ്ഞിട്ട്, അയ്യോ അങ്ങനല്ലായിരുന്നല്ലോ, നീ കുറച്ച് നാൾക്ക് മുൻപ് പറഞ്ഞിരുന്നല്ലോ ഭൂമി അജയ്ക്കുള്ളതാണെന്ന് എന്ന് പറയുമ്പോൾ ഭൂമി പിന്നെയും പറയാണ്, എന്നാലേ ഞാൻ ഇനിയും പറയുകയാണ്, ഭൂമി അജയ്ക്കുള്ളത് തന്നെയാണ്. നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ പോയി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഭൂമി പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കുകയില്ലെന്ന് നമുക്ക് കാണാമെന്ന് പറയുമ്പോഴത്തേനും ഭവാനി പറയുന്നുണ്ട്, ഈ വിവാഹം നടന്നിരിക്കും, അതാരായാലും മുടക്കാൻ കഴിയില്ല. പിന്നെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാക്കാൻ എനിക്ക് അറിയാൻ പറ്റാഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയും അജയുടെ പിന്നാലെ നീ പോയി എന്നറിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭൂമി പറയുന്നുണ്ട്, ഞാൻ ഇനിയും പോകും, ഭൂമി അജയ്ക്കുള്ളതാണെന്ന് ഇനിയും ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഭൂമി വെല്ലുവിളിച്ചിട്ട് പോകാൻ കേട്ടോ. ഇത് കേട്ട് കഴിയുമ്പോൾ അഞ്ജനയ്ക്കും ഭവാനിക്കും ദേഷ്യവും കലിപ്പും അടക്കം വയ്യാതെ നിൽക്കുകയാണേ. അങ്ങനെ അഞ്ജന പറയുന്നുണ്ട്, അമ്മ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇവരുടെ അഹങ്കാരം അടക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, ഇപ്പം അതിനൊന്നും നിൽക്കണ്ട, ഇപ്പം നമ്മുടെ മുമ്പിലെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിൻ്റെയും അജയുടെ വിവാഹം മാത്രമായിരിക്കണം, അതിന് മറ്റൊന്നും തടസ്സം ഉണ്ടാവാൻ പാടില്ല. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഭൂമിയെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ അത് വിവാഹത്തിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പം നീ ഒന്ന് സമാധാനപ്പെട്, നിൻ്റെ കഴുത്തിൽ അജയ് കിട്ടിയ താലിച്ചരട് കയറിയതിന് ശേഷം നമുക്ക് എന്ത് വേണമെന്ന് ആലോചിച്ച് ചെയ്യാം. ഇപ്പം മോൾ സമാധാനമായിട്ടിരിക്കുക, ഇങ്ങനെയുള്ള കുരുത്തക്കേടുകളൊക്കെ കാണിക്കരുത്, ഈ 2-3 ദിവസം കൂടി വിവാഹത്തിനുള്ളൂ എന്നുള്ള കാര്യം നീ മറന്നു പോകരുത് അഞ്ജന എന്ന് പറഞ്ഞിട്ട്, ഇനി നീ വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങണ്ട, വിവാഹത്തിന് ശേഷം ഇനി ഇറങ്ങിയാൽ മതി. നിന്നെ ഇങ്ങനെ അയച്ചു വിട്ടാൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, നിന്നെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ, നീ അത് കളഞ്ഞു കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അഞ്ജനനെ കൂട്ടിക്കൊണ്ട് ഭവാനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഈ ഭൂമിയെയും അതായത് അഭിരാമിയെയും അഭിരാമിയുടെ അമ്മയുണ്ടല്ലോ സുമിത്ര, ഇവരെ രണ്ടുപേരെയും കൂടെ അന്ന് ഒരു കാർ ഡ്രൈവർ ആയിരിക്കും ഈ ഭവാനിയുടെ നിർദ്ദേശപ്രകാരം കടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ. അപ്പോൾ ആ ഒരു കാർ ഡ്രൈവറെ നമ്മുടെ സത്യൻ വഴിയിൽ വെച്ച് കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ സത്യൻ പക്ഷെ ആ ഒരു ആളാണെങ്കിൽ അവശ്യ നിലയിലായിരിക്കും കേട്ടോ. പക്ഷേ സത്യനാണെങ്കിൽ എന്നിട്ട് അയാളോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേനും പെട്ടെന്ന് അയാൾ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ സത്യൻ്റെ മനസ്സിൽ എവിടേക്കോ ഒരു ധാരണ വരികയാണ്, അതായത് തൻ്റെ ഭാര്യയും മക്കളും എത്രയും പെട്ടെന്ന് തൻ്റെ അടുക്കിലേക്ക് വരും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ വരികയാണ് കേട്ടോ. ആ ഒരു സമയത്ത് പുള്ളിക്കാരനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ആ ഒരു സമയത്ത് സത്യൻ ഇങ്ങനെ വിളിച്ചിട്ട് അജയോട് പറയുന്നുണ്ട്, അന്ന് സുമിത്രേനെയും അഭിരാമിയും കൊണ്ടുപോയ ആ ഡ്രൈവറെ കണ്ടു, പക്ഷേ പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, നീ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിക്കാതിരിക്കില്ല എന്ന് പറയുന്നത് അജയ് ഇങ്ങനെ ഫോണിലൂടെ സംസാരിക്കുന്നത് കേൾക്കാണ് കേട്ടോ ഭവാനിയും. അങ്ങനെ അജയ് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പിന്നാലെ തന്നെ ഭവാനിയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യങ്ങളൊക്കെ സത്യനോടും നമ്മുടെ ആ ഡ്രൈവറാണെങ്കിൽ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഭവാനി കയറി വന്നിട്ട് ആ ഡ്രൈവറെ കൊണ്ട് സത്യങ്ങളൊന്നും പറയിക്കാൻ വിഴിപ്പിക്കുന്നില്ല കേട്ടോ. ഭീഷണിപ്പെടുത്തുകയാണ്, താൻ പറ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കൊല്ലും എന്ന് ആംഗ്യം കാണിക്കുകയും കൂടെ ചെയ്യാനുണ്ടോ. അതൊരു കണ്ടു കഴിയുമ്പോൾ ആ ഒരു ആ പുരുഷോത്തമൻ എന്ന് പറയുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് ടെൻഷൻ കയറിയിട്ട് BP ഒക്കെ ലോ ആയിട്ട് ഒരു കോമ സ്റ്റേജിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ അജയ് വഴക്ക് പറഞ്ഞിട്ട്, എന്താ ആൻറ്റി കാണിച്ചത്, ആൻറ്റി കാരണമാണ് കണ്ടോ, അദ്ദേഹം സത്യങ്ങൾ പറഞ്ഞു വന്നതാണ്, ആൻറ്റി എന്താ ചെയ്തെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കങ്ങ് ദേഷ്യവും സങ്കടമൊക്കെ അടക്കാൻ വയ്യാണ്ടായി, എത്രയും പെട്ടെന്ന് സുമിത്രനെ കണ്ടു കിട്ടണം, അതായിരുന്നു എൻ്റെ മനസ്സിലാഗ്രഹം, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചൂടായതാ മോനെ, നീ എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ഭവാനി അങ്ങനെ പോകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ഇതൊക്കെ തെലുങ്കിൽ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ മലയാളത്തിൽ ഉണ്ടായിരിക്കും.
അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് അഞ്ജന ഒരിക്കലും അജയ്ക്ക് ചേർന്ന പെണ്ണല്ല, ഈ വിവാഹം എത്രയും പെട്ടെന്ന് മുടക്കുക തന്നെ വേണം എന്നാലോചിച്ചിട്ട് നമ്മുടെ അജയ്യോട് എല്ലാത്തിനും സമ്മതം പറയാനിട്ടോ. അങ്ങനെ അജയ് ആണെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് പേപ്പറൊക്കെ ആൽഫ്രഡിനെ കൊണ്ട് തയ്യാറാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവർ ആ എഗ്രിമെൻറ്റ് പേപ്പറിൽ സൈൻ ചെയ്യാനിട്ടോ ഭൂമി. എന്നിട്ട് ഡിവോഴ്സ് പേപ്പറും കൂടെ ഒപ്പം ഒരു വർഷം കഴിയുമ്പോൾ മ്യൂച്വലായിട്ടുള്ള ഡിവോഴ്സ് വേണം എന്നുള്ള ആവശ്യപ്പെട്ടുള്ള പേപ്പർ സഹിതം സൈൻ ചെയ്യാണേ. ഇതൊക്കെ കാണുമ്പോൾ ആൽഫ്രഡിന് വല്ലാത്ത സങ്കടം തോന്നിയിട്ടുള്ള ഭൂമിയെ ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വിവാഹത്തിന് പ്രേരിപ്പിക്കുന്നതും അതൊക്കെ ആൽഫ്രഡിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാക്ഷിയായിട്ട് ആൽഫ്രഡും കൈയൊപ്പിടുകയാണേ. ശേഷം ഞാനാണെങ്കിൽ എൻ്റെ നെയ്ബറായിട്ടുള്ള ആ ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയോടും കൂടി ഈ സത്യങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, തനിക്ക് എന്താ ഭ്രാന്തുണ്ടോ, ഇത് നമ്മൾ മൂന്നുപേരും അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ആൽഫ്രഡ് പറയുന്നുണ്ട്, നിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയുന്നില്ലേ, അതുപോലെ ഭൂമിക്ക് ഇപ്പോൾ ഏക ആശ്രയം ആ ചേച്ചിയാണെങ്കിൽ പുള്ളിക്കാരിയോട് പറയട്ടെ, ഭൂമിക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണ്ടേ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആട്ടെ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഓർണമെൻറ്റ്സ്, അതായത് താലിയും ഓർണമെൻറ്റ്സും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ അന്നേ ദിവസം തന്നെ നമ്മുടെ ഭൂമിയോട് വിളിച്ചിട്ട് അജയ് പറയുന്നുണ്ട്, എടോ ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങണ്ടേ, അതുകൊണ്ട് താൻ വരാവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഭൂമിയും കൂടെ പോകുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മുടെ അഞ്ജനയും അവരെല്ലാവരും സെലക്ട് ചെയ്തിട്ട് അവർ തിരികെ പോകുന്ന സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ ഭൂമിയും കയറി വരികയാണ്. അങ്ങനെ ഭൂമി വന്നിട്ട് താലിയുടെ സെക്ഷനിൽ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കിനും അഞ്ജന വന്നിട്ട് പറയുന്നുണ്ട്, എന്താടി നീ ഇവിടെ വന്നിരിക്കുന്നത്, ഇത് ജ്വല്ലറിയാ അല്ലാതെ പെട്ടിക്കടയൊന്നും അല്ല, ഇവിടെ ലക്ഷങ്ങൾ വില മതിക്കുന്ന സാധനങ്ങളാണുള്ളത്. ഓർണമെൻറ്റ്സിനൊക്കെ അത്രയും രൂപയും, നീ ലക്ഷം എന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ടോ നീ? അല്ല, നീ എന്ത് വാങ്ങാൻ വന്നിരിക്കാം, അതോ ഇവിടെ AC-യുടെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ കുറച്ചു നേരം ഇരിക്കാൻ വന്നതാണോ? എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം, ഞങ്ങളുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു, എന്നാലേ ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ കളിയാക്കിയിട്ട് പോകാനുണ്ടോ. ഇതേ സമയത്ത് ഭൂമി എന്താ വാങ്ങണ്ടേന്ന് പോലും അറിയാതെ അങ്ങനെ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുമ്പോൾ ആൽഫ്രഡും അജയും കൂടെ കയറി വരികയാണ് കേട്ടോ. താൻ സെലക്ട് ചെയ്തോ? ഇല്ല, എന്നാലേ ഞാൻ സെലക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഭൂമിയെ കമ്മലൊക്കെ വെച്ച് നോക്കിപ്പിച്ച് ഇത് മതിയേ, ഈ ഒരു മാല എടുത്തിട്ട് ഇത് മതിയേ, അങ്ങനെ താലി എടുത്തിട്ട് ഈ താലി മതിയെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അതെല്ലാം സെലക്ട് ചെയ്തൊക്കെ കൊടുത്ത് ഭൂമിക്ക് എല്ലാ ആഭരണങ്ങളും സാരി ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീട് ഭൂമി അമ്പലത്തിലേക്ക് റെഡിയായിട്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറയാണ്. അങ്ങനെ ഭൂമിയും അതുപോലെ തന്നെ ആ ചേച്ചിയും ആൽഫ്രഡും ഒക്കെ തന്നെ എല്ലാവരും അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇതേ സമയത്ത് നമ്മുടെ സൗഭാഗ്യ മംഗലത്തിൽ അഞ്ജനയും വിവാഹ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അതിഗംഭീരമായിട്ട് തന്നെ ഒരുങ്ങി ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും അതീവ സുന്ദരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അഞ്ജനയെ പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ഭവാനി പറയുന്നുണ്ട്, സുമിത്രയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞ് സുമിത്രയുടെ ഫോട്ടോയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് അഞ്ജനയാണെങ്കിൽ ചെന്നിട്ട് തൊട്ട് തൊഴുതുമ്പോൾ ഫോട്ടോ താഴേക്ക് വീണ് ഉടയുകയാണ് കേട്ടോ. ഇതെന്താ സംഭവിച്ചത്, ഇതെന്താ സുമിത്രയുടെ ഫോട്ടോയിൽ തൊട്ട് തൊഴുന്നപ്പോൾ എന്തോ ഒരു ദുഷ്യകനാണല്ലോ കാണിക്കുന്നത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, ഇത് ദുഷ്യകനൊന്നും അല്ല അമ്മേ, ഫോട്ടോ ശരിക്കും കൊളുത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ, അല്ലാതെ ഇതിനൊക്കെ ദുഷ്യകനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അഞ്ജന അതിൽ തൊട്ടപ്പം ഫോട്ടോ ചെറുതായിട്ട് ഉടക്കി ഇരുന്നത് കൊണ്ട് താഴേക്ക് വീണു, അത്ര തന്നെ എന്ന് പറയുമ്പോൾ എന്തായാലും നല്ലൊരു ദിവസമല്ലേ, എന്തായാലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാനുണ്ടോ. അങ്ങനെ പിന്നീട് ഇവരും അമ്പലത്തിലേക്ക് പോകുകയാണ്. ഇതേ സമയത്ത് മറുവശത്ത് നമ്മുടെ ഭൂമിയും എല്ലാം റെഡി ആയിട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ തെലുങ്കിലാണെങ്കിൽ ഭൂമിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഇവരുടെ മുൻപിലേക്ക് വരുന്ന അജയനെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ മുഖം മറച്ചിട്ട് വരികയാണെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ താലിയൊക്കെ ഇങ്ങനെ ഭൂമിക്ക് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് താലി ഭൂമിയുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ആ താലി പിടിക്കുന്നുണ്ട് കേട്ടോ. സൂക്ഷിച്ചെടുക്കുമോളെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അത് മറ്റാരെല്ലാവർക്കും സുമിത്രയായിരിക്കും കേട്ടോ. ഒരു ഭിക്ഷക്കാരിയുടെ വേഷത്തിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ സുമിത്രയ്ക്ക് ആരാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ സുമിത്ര മുഖമൊക്കെ മറച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. സ്വന്തം അമ്മ തന്നെയാണ് തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് ഭൂമിയും മനസ്സിലാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആ ഭിക്ഷക്കാരിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഭൂമിയാണെങ്കിൽ ആ താലി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അജയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയും ആ താലിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം താലി ചാർത്താൻ കേട്ടോ നമ്മുടെ ഭൂമിയുടെ നേർക്ക്. ഇതേ സമയത്ത് സത്യനും എല്ലാവരും തന്നെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ അമ്പലത്തിൽ തന്നെയായിരിക്കും സുമിത്രയും ഒരു ഭിക്ഷക്കാരിയുടെ വേഷത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ സത്യൻ പെട്ടെന്ന് ആ ഭിക്ഷക്കാരിയെ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നോക്കിയിട്ട് പക്ഷെ സത്യനെ പെട്ടെന്നൊരു ഇത് തോന്നിയിട്ട് നോക്കുകയാണ്. പക്ഷെ അത് സുമിത്ര ആകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സത്യൻ അങ്ങ് വിടുന്നുണ്ട് കേട്ടോ. കാരണം മുഖമൊക്കെ
മറച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ സത്യൻ അത് വലിയ കാര്യമാക്കുന്നില്ല. പെട്ടെന്ന് സത്യനെ വിളിക്കുമ്പോൾ സത്യൻ അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ കഴുത്തിൽ താലി ചാർത്തുന്ന അജയിനെ ആയിരിക്കും കേട്ടോ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട്. ഇതേ സമയത്ത് നമ്മുടെ അജയുടെ അച്ഛനാണെങ്കിൽ വന്നിട്ട് അജയോട് പറയുന്നുണ്ട്, നിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതായത് വിവാഹം നടക്കുന്നതിന് മുൻപ് വന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ എൻ്റെ മകനായിട്ട് എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. കാരണം നിന്നെപ്പോലൊരു മകൻ എനിക്ക് കിട്ടിയതിൽ എനിക്കറിയില്ല മോനെ, എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി എന്തായാലും നീ നിൻ്റെ തീരുമാനം മാറ്റിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ന് ഈ കുടുംബം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നമ്മുടെ അജയനെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടിട്ട് അജയ് ആകെ ധർമ്മസങ്കടത്തിലായിരിക്കും. തൻ്റെ അച്ഛനൊക്കെ ഇനി എങ്ങനെ റിയാക്ട് ചെയ്യും എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷമായിരിക്കും ഇവരുടെ വിവാഹമൊക്കെ നടക്കുന്നത്. അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അജയ് ഭൂമി വിവാഹം നടക്കുകയാണ്. അങ്ങനെ വിവാഹശേഷം ഭൂമിയും അജയും കൂടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശിയും ആരും തന്നെ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. എൻ്റെ വാക്കിന് പുല്ല് വിലയല്ലേ നീ കൽപ്പിച്ചത്, ഈ പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി മണ്ഡപത്തിങ്കൽ വരെ കൊണ്ടുപോയിട്ട് നീ എന്താണ് കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നല്ലേ നിൻ്റെ മനസ്സിലിരിപ്പ്, ഇവിടെ എല്ലാവരും ആഘോഷത്തിമിർപ്പിൽ ഒരുങ്ങുമ്പോൾ നീ ഇതൊക്കെയായിരുന്നല്ലേ ചിന്തിച്ച് വെച്ചിരുന്നത്, എന്നാലും നിന്നെ സമ്മതിക്കണം, എല്ലാവരും ചതിച്ചില്ലേ നീ എന്നൊക്കെ പറയാണ്. അപ്പോൾ അജയുടെ അച്ഛനാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകൻ മരിച്ചുപോയി, ഇനി എൻ്റെ മനസ്സിൽ എൻ്റെ മകനെന്നൊരു സ്ഥാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൗഭാഗ്യമംഗലത്തുള്ള എല്ലാവരും അജയ്ക്കെതിരെ തിരിക്കുകയാണ് കേട്ടോ. ഭൂമിയും അജയും അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആൽഫ്രഡിനെ ഇവർ ഭൂമി ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വരണതൊക്കെ കാണുമ്പോൾ തൻ്റെ